തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി റെയിൽവേ പോലീസ്. തൈക്കാട് നടത്തിയ പരിശോധനയിൽ 7 പാക്കറ്റ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക പരിശോധന പോലീസും റെയിൽവേ പോലീസും ഒക്കെ നടത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ കഞ്ചാവ് അടക്കമുള്ള നിരവധി ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. റെയിൽവേ പോലീസാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. പോലീസ് വ്യാപകമായ തെരച്ചിലാണ്. സാർ, എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് റെയിൽവേയിലെ പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയം പ്ലാറ്റ്ഫോമിൽ 1-ാം നമ്പറിൽ ഒരു അതിഥി തൊഴിലാളിയെ സംശയമായി തോന്നുകയും പുള്ളിയുടെ സംസാരത്തിലും ബാക്കി കൈ പരിശോധനയിലും എല്ലാം കഞ്ചാവ് വലിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ പുള്ളിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഇത്രയും ലഹരി സാധനങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. 7 പാക്കറ്റ് കഞ്ചാവുണ്ട്. ചെറിയ പാക്കറ്റ് 7 പാക്കറ്റും ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെയാണ് നിരവധി ലഹരി പദാർത്ഥങ്ങൾ, 7 ചെറിയ പാക്കറ്റ് കഞ്ചാവും അതുപോലെ തന്നെ ഹാൻഡ്സ് അടക്കമുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ റെയിൽവേന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന ഒരു വീടാണിത്. വാടകയ്ക്ക് താമസിക്കുകയാണ് അവർ. അവിടെ നിന്ന് ഇവർ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ നിരവധിയായിട്ടുള്ള പാക്കറ്റുകൾ ഇവിടെ നിന്ന് അവരുടെ ബാഗിൽ നിന്ന് മാത്രമായി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റെയിൽവേ പോലീസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇദ്ദേഹത്തിന് സംശയാസ്പദമായി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ 7 പാക്കറ്റ് കഞ്ചാവും ബാക്കി ലഹരി സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. റെയിൽവേ പോലീസ് പറയുന്നത് 7 പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തെ പല ജില്ലകളും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടം അതുപോലെയുള്ള കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ജലാൽ എന്നയാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 3 പേർ കൂടി ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് റെയിൽവേ പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും വ്യാപക പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തൈക്കാടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.